കൊല്ലം പൂരത്തിന് കുടമാറ്റത്തിൽ RSS നേതാവിന്റെ ചിത്രം. ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തിയത് നവോത്ഥാന നായകന്മാരുടെ ചിത്രത്തിനൊപ്പം. കേരള വിഷന്റെ സംഘാടകരോടൊരു പ്രത്യേക അറിയിപ്പ്. താമരക്കുളം മഹാഗണപതിയുടെയും പുതിയകാവ് ഭഗവതിയുടെയും ദൃശ്യങ്ങൾ കൃത്യമായി ദൃശ്യവൽക്കരിച്ച് കാട്ടണമെന്ന് അറിയിച്ചുകൊള്ളുന്നു. രാജേഷ് ശ്രീനിവാസനുണ്ട് വിവരങ്ങളുമായി. രാജേഷ് പറയൂ. കാളിദാസൻ, ഇന്നലെയായിരുന്നു കൊല്ലം ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം. ഈ ഉത്സവത്തിനിടയിൽ അല്ലെങ്കിൽ ഉത്സവത്തിലെ കുടമാറ്റത്തിനിടയിലാണ് ഇപ്പോൾ ഇതുപോലെ ഒരു നവോത്ഥാന നായകന്മാർക്കിടയിൽ അല്ലെങ്കിൽ ആ കുടമാറ്റത്തിനിടയിൽ നവോത്ഥാന നായകന്മാർക്കിടയിൽ ഒരു RSS നേതാവിന്റെ ചിത്രം ഉയർന്നത്. RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ ചിത്രമാണ് ഇതുപോലെ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി തുടങ്ങിയ നവോത്ഥാന നായകന്മാർക്കിടയിൽ ആ കുടമാറ്റത്തിനിടയിൽ ഇതുപോലെ ചിത്രം വരുന്നത്. ഹൈക്കോടതിയുടെ കർശന നിബന്ധന ഉണ്ടായിരുന്നു ഈ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ക്ഷേത്ര ഉത്സവങ്ങളിലോ ചടങ്ങിലോ ഇതൊരു രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കരുതെന്നൊരു കർശന നിബന്ധന ഹൈക്കോടതി ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതെല്ലാം മറികടന്നായിരുന്നു ഇന്നലെ നടന്ന ഇതുപോലെ ഒരു ഉത്സവത്തിൽ, കൊല്ലം ഉത്സവത്തിൽ ഒരു നവോത്ഥാന നായകന്മാർക്കിടയിൽ ഒരു RSS നേതാവിൻ്റെ ചിത്രം ഉയർന്നത്. എന്തായാലും കടക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കടക്കൽ ക്ഷേത്രത്തിൽ ഇതുപോലെ ഒരു ഹൈക്കോടതി നിബന്ധന അല്ലെങ്കിൽ ആ പരിപാടിക്കിടെ നടന്ന വിപ്ലവഗാനം ആലപിച്ച പിന്നാലെ ഹൈക്കോടതി ഒരു കർശന നിബന്ധന ഏർപ്പെടുത്തിയിരുന്നു. ഇതുപോലെ ക്ഷേത്രങ്ങളിലോ ക്ഷേത്ര പരിസരങ്ങളിലോ അല്ലെങ്കിൽ ഉത്സവം സംബന്ധിച്ച ചടങ്ങിലോ ഇതുപോലെ ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന ഒരു കർശന നിബന്ധന ഉണ്ടായിരുന്നു. അതെല്ലാം മറികടന്നായിരുന്നു ഇന്നലെ നടന്ന കൊല്ലം ആശ്രമം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഈ കുടമാറ്റത്തിനിടെ ഇതുപോലെ നവോത്ഥാന നായകന്മാർക്കിടയിൽ ഒരു RSS നേതാവിന്റെ ചിത്രം ഉയർന്നത്. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി തുടങ്ങിയ നവോത്ഥാന നായകന്മാർക്കിടയിലാണ് ഇതുപോലൊരു RSS നേതാവിന്റെ ചിത്രം ഉയർന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഗുരുതരമായ ഒരു കാര്യം. എന്തായാലും ഹൈക്കോടതിയുടെ വലിയ നിബന്ധന ഉണ്ടായിരുന്നു, ക്ഷേത്ര പരിസരങ്ങളെ ഇതുപോലെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കരുതെന്നൊരു നിബന്ധന മറികടന്നായിരുന്നു ഇന്നലെ നടന്ന കൊല്ലം ആശ്രമത്തിന്റെ ഉത്സവ ചടങ്ങുകളെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നുള്ള ഹൈക്കോടതി നിർദ്ദേശത്തെ മറികടന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടന്നിരിക്കുന്നത്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.